നമസ്കാരം. ക്ലയൻറ്റ് കൺസൾട്ടേഷൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഏതൊരു കോസ്മെറ്റോളജി സർവീസിനു മുൻപും ക്ലയൻറ്റ് കൺസൾട്ടേഷൻ എന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ക്ലയൻറ്റിന് എന്താണ് ആവശ്യമെന്നതും എന്താണ് ഒരു ക്ലയൻറ്റ് പ്രതീക്ഷിക്കുന്നതെന്നും മനസ്സിലാക്കിയാൽ മാത്രമേ സത്യത്തിൽ ഏതൊരു സർവീസും അല്ലെങ്കിൽ സേവനങ്ങളും ക്ലയൻറ്റിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നിർബന്ധമാണെങ്കിൽ ഇരുവരും, അതായത് നിങ്ങളും ക്ലയൻറ്റും ഫൈനൽ പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ ഫൈനൽ സർവീസിൽ തികച്ചും സംതൃപ്തരാണെന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് ക്ലയൻറ്റിനെ വിവിധ തരത്തിലുള്ള കോസ്മെറ്റോളജി സർവീസിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നും കൺസൾട്ടേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളും ടെലിഫോൺ എറ്റിക്കറ്റുകളും എങ്ങനെയാണെന്നും മനസ്സിലാക്കാം. ഒരു ടാസ്ക് ചെയ്തുകൊണ്ട് ഒരു ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ ടെലിഫോൺ എറ്റിക്വറ്റുകൾ ശ്രദ്ധിക്കണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സ്റ്റുഡൻസിനെ 2 വിഭാഗമാക്കി വിഭജിക്കുക. ഒരു വിഭാഗം റിസപ്ഷനിസ്റ്റ് ആവുകയും മറ്റു വിഭാഗം ക്ലയൻറ്റ് അല്ലെങ്കിൽ കോളറായി പ്രതികരിക്കുകയും ചെയ്യുന്ന രീതിയിലാവുക. ഇനി എങ്ങനെയാണ് ഒരു ടെലിഫോൺ സംഭാഷണം നടക്കുന്നത് എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക. ഗുഡ് മോർണിംഗ്. എന്ത് സഹായമാണ് നിങ്ങൾക്ക് വേണ്ടത്? ദയവായി നിങ്ങളുടെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് മിസസ് ഗുപ്ത. എനിക്കൊരു ഫേഷ്യൽ വേണമായിരുന്നു. ദയവ് ചെയ്ത് ഏത് സമയമാണ് നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടതെന്ന് പറയാമോ? ഇന്നുച്ചയ്ക്ക്. ക്ഷമിക്കണം മിസസ് ഗുപ്ത, നിങ്ങൾ പറഞ്ഞ സ്ലോട്ട് മുഴുവനും മുൻപേ എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് നാളെ വരാൻ സാധിക്കുമോ? ശരി, അത് കുഴപ്പമില്ല. എന്താണെങ്കിലും എനിക്ക് അവിടെയുള്ള ആ വെളുത്ത പെൺകുട്ടി ചെയ്താൽ മതി. മിസ് ദീക്ഷയാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അതെ, മിസ് ദീക്ഷയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, ഞങ്ങൾ മിസ് ദീക്ഷയെ തന്നെ താങ്കളെ സെർവ് ചെയ്യാൻ ചുമതലപ്പെടുത്താം. അപ്പോൾ ശരി, എന്നാൽ ഞാൻ നാളെ വരാം. ശരി മിസസ് ഗുപ്ത, താങ്ക് യു. കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. ദയവായി തങ്ങളുടെ പേരൊന്ന് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ആരാണ് വിളിച്ചതെന്നുള്ളത് അന്വേഷിക്കുക. താങ്ക് യു, ക്ഷമിക്കണം, എക്സ്ക്യൂസ് മീ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ സാധിച്ചില്ലെങ്കിൽ അഥവാ അറിയില്ലെങ്കിൽ ധൈര്യപൂർവ്വം തന്നെ അല്പനേരം ലൈനിൽ തുടരൂ, ഇപ്പോൾ പറയാം എന്ന് പറയുകയും ഉത്തരം കണ്ടെത്തി പറയുകയും ചെയ്യുക. ഒരിക്കലും വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ കാര്യങ്ങൾ സംസാരിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ആളുകളെ അവരുടെ ലാസ്റ്റ് നെയിം വെച്ച് അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുക. ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടാക്കാൻ കോൾ സ്വീകരിക്കുന്നതിന് മുൻപ് ഒരു ദീർഘശ്വാസം എടുത്തുവിടുന്നത് വളരെയധികം ഉപകാരപ്രദമായ ഒന്നാണ്. സംസാരിക്കുമ്പോൾ ശബ്ദം വ്യക്തവും കേൾക്കാൻ പറ്റുന്നതുമായ രീതിയിൽ സംസാരിക്കുക. ഹെയർ റിമൂവൽ സർവീസിന് മുൻപ് ഏതൊരു ക്ലയൻറ്റും ഹെൽത്ത് സ്ക്രീനിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ചില ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവസ്ഥ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് വളരെ സെൻസിറ്റീവായ സ്കിൻ അഥവാ സൺബേൺ, പസ്റ്റ്യൂളുകൾ അഥവാ പാപ്യൂളുകൾ, അടുത്തിടെ ബോട്ടോക്സ് ചെയ്തതോ അഥവാ കൊളാജിൻ ഇഞ്ചക്ഷനുകൾ ചെയ്തതോ, കോസ്മെറ്റിക് അഥവാ റീകൺസ്ട്രക്റ്റീവ് സർജറി, ഏതെങ്കിലും തരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾക്കായി മരുന്ന് കഴിക്കുന്നവർ, അലർജികൾ അല്ലെങ്കിൽ മറ്റ് സെൻസിറ്റിവിറ്റികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് സർവീസ് റെക്കോർഡിൽ. അലർജികൾ അല്ലെങ്കിൽ മറ്റ് സെൻസിറ്റിവിറ്റികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതും സർവീസ് റെക്കോർഡ് കാർഡിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടേണ്ടതുമാണ്. ഏതൊരു സർവീസ് ചെയ്യുന്നതിന് മുൻപായും ഹെയർ റിമൂവലിന് ആയുള്ള റിലീസ് ഫോം ക്ലയൻറ്റുകൾ സൈൻ ചെയ്യേണ്ടതുണ്ട്. ഒരു ക്ലയൻറ്റിന് മാനിക്വയർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുൻപ് ക്ലയൻറ്റ് റെക്കോർഡ് കാർഡിൽ അതാത് കാര്യങ്ങൾ ഉടനടി രേഖപ്പെടുത്തേണ്ടത് വളരെയധികം ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഏതൊരു നഖത്തിനെ സംബന്ധിച്ച അസുഖങ്ങൾക്കും അഥവാ ഇൻഫെക്ഷനുകൾക്കും നഖം പൂർണ്ണമായും ഒബ്സർവ് ചെയ്യണം എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ ഫൈൻഡിംഗ് എന്തായിരുന്നാലും ക്ലയൻറ്റിനോട് പറയുകയും
ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനാൽ ക്ലയൻറ്റിന് അതാത് ട്രീറ്റ്മെൻറ്റിനായി മനസ്സിനെ പാകപ്പെടുത്താം. എപ്പോഴും ക്ലയൻറ്റ് കൺസൾട്ടേഷന് ശേഷം നഖത്തിൻ്റെ അവസ്ഥ എന്താണോ അതനുസരിച്ച് അനുയോജ്യമായ ട്രീറ്റ്മെൻറ്റുകൾ ക്ലയൻറ്റിന് ശുപാർശ ചെയ്യുക. എല്ലാ സലൂണുകൾക്കും പ്രത്യേക മാനിക്യൂർ വിഭാഗം ഉള്ളതായി കണ്ടുവരുന്നു. ഏതൊരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിന് മുൻപും അവിടെയുള്ള ഉപകരണങ്ങളും സാധനങ്ങളും ഉൽപ്പന്നങ്ങളും എല്ലാം തന്നെ വളരെയധികം ഉപയോഗപ്രദവും എളുപ്പമേറിയതുമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. ക്ലയൻറ്റ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നതിൽ നിന്നും ക്ലയൻറ്റും സ്റ്റൈലിസ്റ്റും തമ്മിലുള്ള സംഭാഷണമാണ് എന്ന് വ്യക്തമാക്കുന്നു. ക്ലയൻറ്റ് കൺസൾട്ടേഷനിൽ ക്ലയൻറ്റിന് എന്താണ് വേണ്ടതെന്ന് സ്റ്റൈലിസ്റ്റ് കണ്ടെത്തുകയും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അനുയോജ്യമായ ഹെയർ കട്ട് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുകയും പ്രൊഫഷണലായി സജസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. മുഖത്തിൻ്റെ പൂർണ്ണമായുള്ള ഷേപ്പ് തിരിച്ചറിയുവാൻ മുഖത്തു നിന്നും മുടി മാറ്റി ഒരു ക്ലിപ്പിടുകയോ അതോ ഒരു ഹെയർ ടവൽ ഉപയോഗിച്ചുകൊണ്ട് മുടി ചുറ്റിവെക്കുകയോ ചെയ്യുക. ഇതിനുശേഷം മുഖത്തിൻ്റെ ഏറ്റവും വിശാലമായ ഭാഗത്തിൻ്റെയും ഇടുങ്ങിയ ഭാഗത്തിൻ്റെയും ബാക്കിയുള്ള ഭാഗത്തിൻ്റെ പ്രത്യേകതകളും നോക്കിയറിയുക. മുടി മുറിക്കുമ്പോൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ നീളം. നീളം എത്രയേറിയും കുറഞ്ഞും ഇരിക്കുമെന്നുള്ളത് അറിഞ്ഞിരിക്കുക. നനഞ്ഞ മുടിയാണെങ്കിലും ആവശ്യമുള്ളതിനേക്കാൾ 1/4 മുതൽ അര വരെ കൂടുതൽ നീളം തോന്നുകയും ചുരുണ്ട മുടിയാണെങ്കിൽ ആവശ്യമായ നീളത്തിൻ്റെ അര മുതൽ 2 വരെ വീണ്ടും കുറയുകയും ചെയ്യും. ക്ലയൻറ്റ് റെക്കോർഡ് കാർഡ് മുഴുവനും ഫിൽ ചെയ്യുവാൻ മറക്കരുത്. ഇത് ഭാവി റെഫറൻസിലേക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. ഒരു ചോദ്യാവലിയോട് കൂടി വേണം ഏതൊരു ക്ലയൻറ്റ് കൺസൾട്ടേഷനും ആരംഭിക്കാൻ. ചോദ്യങ്ങൾ ക്ലയൻറ്റിന് ചേരുന്ന ഏറ്റവും മികച്ച ലുക്ക് സമ്മാനിക്കുന്ന ഒരു കൂട്ടം ആവുകയും വേണം. ഏത് ഇവൻ്റാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്? എപ്പോഴായിരിക്കും ഇവൻ്റ് ഉണ്ടാവുക? ഇവൻറ്റിന് ഏതുതരം വസ്ത്രമാണ് നിങ്ങൾ ധരിക്കാൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഡെയിലി പേഴ്സണൽ മേക്കപ്പ് റൂട്ടീൻ എന്താണ്? എങ്ങനെയാണ്? ഏതെങ്കിലും ഭാഗം കുറയ്ക്കാനോ എടുത്തു കാണിക്കാനോ ഉണ്ടോ? ഏതെങ്കിലും മാഗസീനിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ വല്ലതും ഉണ്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പരീക്ഷിച്ചു നോക്കണം എന്ന് തോന്നിയിട്ടുള്ളത്? ഒരു ഡ്രസ്സിംഗ് ഇവൻ്റാണ് നിങ്ങൾ പങ്കെടുക്കുന്നതെങ്കിൽ ഏത് മേക്കപ്പ് സ്റ്റൈലായിരിക്കും നിങ്ങൾ സാധാരണയായി ഉപയോഗിക്കാറ്? കുറച്ച് കൂടുതൽ ടിപ്സ് കൂടി ഇതാ. നിങ്ങളുടെ ക്ലയൻറ്റ് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തുറന്നു പറയുവാൻ അവരെ ഓർമ്മപ്പെടുത്തുക. അവരുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം സത്യസന്ധതയോടെയാണ് പറയുന്നതെന്ന് ഉറപ്പുവരുത്തുക. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ക്ലയൻറ്റിന് ഒരു ഏകദേശ ധാരണ കൊടുക്കുക. എപ്പോഴും ഒരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഭാവം ഉൾക്കൊണ്ട് തന്നെ ചെയ്യുക. ഇത് നിങ്ങളുടെ ക്ലയൻറ്റിനെ ടെൻഷൻ കുറയ്ക്കും. എപ്പോഴും ക്ലയൻറ്റിന് സൗകര്യപ്രദമായ രീതിയിൽ ഓപ്ഷൻസ് കൊടുക്കുക. വീട്ടിൽ വന്ന് മേക്കപ്പ് കൺസൾട്ടേഷൻ ചെയ്യാനാണോ അതോ സലൂണിൽ വരാനാണോ താല്പര്യമെന്നുള്ളത് ചോദിച്ചറിയുക. ഒരു സർവീസ് റേറ്റ് ആദ്യം തന്നെ ഉറപ്പിക്കുക. ട്രാവൽ എക്സ്പെൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയേണ്ടതുണ്ട്. ഇവൻ്റ് നടക്കുന്ന സ്ഥലവും രീതിയും രണ്ടാമത് ഒന്നുകൂടി ഉറപ്പിക്കുക. ക്ലയൻറ്റിൻ്റെ മേക്കപ്പ് ഒന്ന് സെറ്റാകാനുള്ള സമയം എടുത്തു തന്നെ മേക്കപ്പ് ചെയ്യുക. ഇതുമൂലം ക്ലയൻറ്റിന് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുകയും സൗന്ദര്യം വർദ്ധിച്ചതായി തോന്നുകയും ചെയ്യുന്നു. അവസാനമായി ക്രിയേറ്റീവായി ധൈര്യപൂർവ്വവും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ക്ലയൻറ്റിന് ഒരു സംതൃപ്തിയുള്ള ലുക്ക് സമ്മാനിക്കുകയും ചെയ്യും. നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ പേര്, മേൽവിലാസം എന്നീ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇൻഫർമേഷൻ കാർഡിൽ കുറിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള അലർജികളോ അതോ മറ്റു പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക. 3. ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശകലനം ചെയ്യുകയും അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുക. ക്ലയൻറ്റ് കൺസൾട്ടേഷൻ വഴി ഹെയർ സ്റ്റൈലിസ്റ്റുകൾക്കായി ക്ലയൻറ്റ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ലുക്ക് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും അതിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ശുപാർശ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അത്യധികം ശ്രദ്ധയോടുകൂടി ക്ലയൻറ്റ് പറയുന്നത് കേൾക്കുകയും ഐ കോണ്ടാക്ട് നിലനിർത്തുകയും ഫിസിക്കൽ ഇൻറ്ററാക്ഷൻ വഴി ഒരു പോസിറ്റീവ് കണക്ഷൻ നിലനിർത്തുകയും ചെയ്യുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. ചെയർ എപ്പോഴും താഴ്ത്തുക. ഇത് ക്ലയൻറ്റിൻ്റെ ഐ ലെവലിനെ
സ്റ്റൈലിസ്റ്റിൻ്റെ ഐ ലെവലിനേക്കാൾ താഴ്ത്തുന്നു. ഐ ലെവൽ താഴുന്നതോടുകൂടി ക്ലയൻറ്റിന് കൂടുതൽ കംഫർട്ടബിൾ ആയി ഇരിക്കാൻ സാധിക്കുന്നു. അവസാനമായി ക്ലയൻറ്റിനോട് തൻ്റെ മുടിയെക്കുറിച്ച് ചോദിക്കുക. അവർ മുടിയെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്നും എത്രത്തോളം മുടിയെ കെയർ ചെയ്യുന്നുവെന്നും അറിയാൻ ശ്രമിക്കുക. എത്ര കാലം സർവീസ് എടുക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നാളുകൾ ക്ലയൻറ്റ് സർവീസ് തുടരുമോ എന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിനുശേഷം ബാത്റൂം കാണിച്ചു കൊടുക്കുക. അവസാനം ക്ലയൻറ്റിനോട് വന്നതിന് നന്ദി പറയുകയും ഇനിയും വരാൻ പറഞ്ഞുകൊണ്ട് അവരുടെ അഭിപ്രായം ചോദിച്ചറിയാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇതിനോടുകൂടി ക്ലയൻറ്റിനോട് എപ്പോഴും റെഫറൽസിന് വേണ്ടി പറയുക. ബിസിനസ് വളർച്ചയ്ക്ക് റെഫറൽസ് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഇതെല്ലാമാകുന്നു. ക്ലയൻറ്റ് കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ടെലിഫോൺ എത്തിക്കറ്റുകൾ, ക്ലയൻറ്റിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട ആശയവിനിമയത്തിനുള്ള സാമാന്യ അറിവുകൾ, ക്ലയൻറ്റിനെ അലർജികൾക്കും സെൻസിറ്റിവിറ്റിക്കും സ്ക്രീൻ ചെയ്യുകയും അതെല്ലാം തന്നെ സർവീസ് റെക്കോർഡ് കാർഡിൽ ഹൈലൈറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുക, ക്ലയൻറ്റിനെ നിരീക്ഷിക്കുകയും അനിവാര്യമായ പ്രീ ട്രീറ്റ്മെൻറ്റ് പരിശോധന നൽകുകയും ചെയ്യുക, ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ അറിയുന്നതിനായുള്ള പ്രിലിമിനറി ചോദ്യങ്ങൾ ചോദിക്കുക, ഐ കോണ്ടാക്ട് നിലനിർത്തുകയും ക്ലയൻറ്റ് പറയുന്ന കാര്യങ്ങൾ അത്യധികം ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ചെയ്യുക, ക്ലയൻറ്റിന് കംഫർട്ടബിളായി അനുഭവമുണ്ടാകാൻ ശ്രദ്ധിക്കുക, കസ്റ്റമേഴ്സിനോട് അവരുടെ വളരെയധികം വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ പ്രേരിപ്പിക്കുകയും ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യുക. കൂടാതെ റെഫറൽസ് വഴി ബിസിനസ്സിൻ്റെ ഉയർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് ക്ലയൻറ്റിനെ സമീപിക്കുക, റെഫറൽസിനായി അഭ്യർത്ഥിക്കുക. നന്ദി.